Welcome to Mr. Unbox and Travel. In August 12, I have a video in August 12, we have channel a giveaway video published. August 12. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഗിവ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇന്നലെ ഓഗസ്റ്റ് 11ന് സാംസങ് ഗാലക്സി Z Fold 3 അതുപോലെ Z Flip 3 ഗ്ലോബലി ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ആ ഒരു രണ്ട് ഫോണിൻ്റെയും ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതുപോലെ ഐകാർഡിലും കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ സമയം കളയുന്നില്ല. ഏതാണ് ഗിവ് എവേയുടെ പ്രൊഡക്റ്റ് എന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ജസ്റ്റ് ഞാനൊന്ന് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഹുവാവിയുടെ ബ്ലൂടൂത്ത് ആണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 2500 രൂപ വില വരുന്നതാണ്. അപ്പോൾ ഇത് ഒന്നല്ല, ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക, എങ്ങനെയാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുക, അപ്പോൾ എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിനുമുമ്പ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്ന വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ്, അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് ഉള്ളിലുള്ളത് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം ഇത് നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതല്ല, അപ്പം നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ ബ്ലൂടൂത്ത് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കേസ് ഉണ്ട്. വിത്ത് Huawei എംബ്ലം കാണാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസാണ്. പിന്നെ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം. ഇപ്പം ഞാൻ വെളിയിലെടുത്തിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കളയുന്നില്ല. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക യൂസർ ഗൈഡ് ഉണ്ടാവും. അതുപോലെ ചാർജിങ് കേബിളും എക്സ്ട്രാ ഇയർബഡ്സിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിൽ തന്നെയാണ് ഉള്ളത്. ചാർജിങ് കേബിൾ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ജസ്റ്റ് ഇതിവിടെ നിന്നോട്ടെ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഹുവാവിയുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ലൈറ്റാണ് നമ്മൾ 2 പീസാണ് കൊടുക്കുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ സ്പെസിഫിക്കേഷൻ പറഞ്ഞാൽ ഇതൊരു നെക്ക് ബാൻഡ് ടൈപ്പിലുള്ള ബ്ലൂടൂത്ത് ഇയർഫോണാണ്. 11 മണിക്കൂറാണ് ബാറ്ററി ലൈഫ് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കും. അതുപോലെ 3 എക്സ്ട്രാ ബഡ്സ് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഏതാണോ സൈസ് സ്യൂട്ടബിൾ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, ഹുവാവിയുടെ പ്രൊഡക്റ്റാണ്. ഇനി ഈ ഒരു 2 പ്രൊഡക്റ്റാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് യൂട്യൂബ് വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ മാത്രമാണ് ഈ ഒരു ഗിവ് അവേ പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വിജയിയെ തിരഞ്ഞെടുക്കുക യൂട്യൂബിലെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരിക്കലും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റായിട്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നതാണ് നമ്മുടെ ഗിവ് അവേയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. അപ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നവർ മാത്രമേ നമ്മൾ വിന്നറായിട്ട് ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇത് രണ്ടും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അത് അവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജാണ് നിങ്ങൾ ഫോളോ ചെയ്തതെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജിൽ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലും ഷെയർ ചെയ്യുക. അതോടൊപ്പം എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോയുടെ താഴെ, എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ 5 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുകയും ആ ഒരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇത്ര മാത്രമാണ് ഫേസ്ബുക്ക് യൂസർ ചെയ്യേണ്ട കാര്യം. ഇനി ഇൻസ്റ്റാഗ്രാം യൂസർ ആണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ഈ ഒരു വീഡിയോയുടെ, അതായത് സെയിം വീഡിയോയുടെ താഴെ നിങ്ങളുടെ 5 ഫ്രണ്ട്സിനെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങളുടെ സ്റ്റോറി ആയിട്ട് വെക്കുക. അതിൽ എന്നെ മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും. ഇതാണ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ID അതേതാണോ ആ ഒരു ഫേസ്ബുക്ക് ID അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന്
കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് ഐ ഡി വെച്ചിട്ടാണോ എൻ്റെ വീഡിയോസ് കണ്ടത് ആ ഒരു ഐ ഡി നിങ്ങൾ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഐ ഡി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു റൂൾസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വിന്നറെ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് 2 മെത്തേഡാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരാൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിലുള്ള ഒരാളാണ് ഒരു വിന്നർ. അപ്പോൾ ഈ ബോട്ട് ഉപയോഗിച്ചിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ തരികിട പരിപാടിക്കൊന്നും നമ്മൾ കൊടുക്കില്ല. ജെന്യൂനായിട്ട് കിട്ടുന്ന ലൈക്സിനായിരിക്കും കൊടുക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ വിന്നറെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് പിക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നാൽ നമ്മൾ ആ ഒരു കമൻറ്റ് പിക്കർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിലൂടെ കമ്പ്യൂട്ടർ ഒരു കമൻറ്റ് പിക്ക് ചെയ്യും, അവരെ നമ്മൾ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു വിന്നേഴ്സ് ഞാൻ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് ഗിവ് അവേ ആയിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരു സെർട്ടൻ വ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുന്ന ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മിക്കവാറും ലൈവ് വീഡിയോ ഇട്ടിട്ടായിരിക്കും നമ്മൾ വിന്നറെ ചൂസ് ചെയ്യുക. ഒന്ന് മോസ്റ്റ് ലൈക്ക്ഡ് കമൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു വിന്നറെ, കമൻറ്റ് പിക്കർ വെച്ചിട്ട് മറ്റൊരു വിന്നറെ. ഈ ഒരു 2 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവരെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതെങ്കിലും വഴി കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ബാക്കി ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അവരിൽ എത്തിക്കുന്നതാണ്. എനിവേ, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഓഗസ്റ്റ് 12 ഈ ഒരു ഗിവ് അവേ വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ എൻ്റെ പിറന്നാൾ ദിനമാണ് ഇന്ന് ഓഗസ്റ്റ് 12. അപ്പോൾ അതുകൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പൊതുവേ നമ്മൾ പിറന്നാൾ ആരാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഗിഫ്റ്റ് കിട്ടാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചു, എൻ്റെ പിറന്നാൾ ദിനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചെറിയ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനിയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയുടെ സക്സസ് പോലെ നമ്മൾ ഇനിയും നല്ല നല്ല ഗിവ് അവേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇനിയും നമ്മൾ തീർച്ചയായിട്ടും വീഡിയോസിൽ വരുന്നതായിരിക്കും. പറ്റിയാൽ ഒരു രസത്തിന് നിങ്ങൾക്ക് പറ്റിയാലൊന്ന് എൻ്റെ വയസ്സ് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് കമൻറ്റിലൊന്ന് ജസ്റ്റ് അടിച്ചുകൂടി. ഒരു 40ൻ്റെ മുകളിലൊന്നും ദയവ് ഇത് പറയരുത്, ജസ്റ്റ് ഒരു രസത്തിന് പറഞ്ഞതാണ്. എനിവേ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ചെയ്യുക. നോക്കാൻ എനിക്ക് എത്രത്തോളം വയസ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിലെന്ന് ജസ്റ്റ് ഒരു അറിയാനുള്ള ഒരു കൗതുകം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു ഗിവ് അവേ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. നമുക്ക് അത് അടുത്ത ഒരു ഗിവ് അവേ വീഡിയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പരിഗണിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, പുതിയ ഗാഡ്ജറ്റ്, പുതിയ മൊബൈൽസിൻ്റെ ഒക്കെ റിയൽ മൊബൈൽസ്, റിയൽ ഗാഡ്ജറ്റിൻ്റെ ഒക്കെ അൺബോക്സിങ് വീഡിയോസ് അല്ലെങ്കിൽ റിവ്യൂ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ലതാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. അതുപോലെ ടെക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ അവർക്ക് വേണ്ടി കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന 1-2 വീഡിയോസ് എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി Z Fold 3യുടെ ഇംപ്രഷൻ വീഡിയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വീഡിയോ, അതുപോലെ സാംസങ് ഗാലക്സി Z Flip 3യുടെ യൂസർ എക്സ്പീരിയൻസും കൂടിയിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും നമുക്ക് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പോക്കോ X3 GTയുടെ വീഡിയോ വരാനുണ്ട്. ചിലപ്പോൾ ഓപ്പോ റെനോ 6 പ്രോയുടെ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ 1-2 ഗാഡ്ജറ്റിൻ്റെ വീഡിയോസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫോൺസും ഗാഡ്ജറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഇന്നത്തെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായ സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ മെസ്സേജ് അയച്ചും ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. അതിനു മുമ്പ് ഈ ഒരു ഗിവ് അവേ വീഡിയോ മാക്സിമം നിങ്ങൾ വിജയത്തിലെത്തിക്കുക. എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല രീതിയിലുള്ള ഗിവ് അവേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും മുമ്പോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.